ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വരാൻ പോകുന്നിട്ടുള്ളത് ISLുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്ന നിലയിൽ ISL ഡിസംബറിൽ നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യയിൽ ട്രാൻസ്ഫർ വിൻഡോ ഓഗസ്റ്റ് 31 ക്ലോസ് ചെയ്തിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ 3 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലേക്ക് എത്തിച്ചത്. 9ഓളം താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് സുബിൻ ശർമ്മയാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കിയിട്ടുള്ള ഒരു താരം. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അമേർ അനവാഡയാണ്. അൻസർ ഷെയ്ഖിനെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരുന്നു. ഇതിൽ അൻസർ ഷെയ്ഖും അമേർ അനവാഡയും ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പ്രീ കോൺട്രാക്റ്റിൽ എത്തിയ താരങ്ങളാണ്. അവരെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വർഷം പെർമനൻ്റായി സ്വന്തമാക്കുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് 9ഓളം താരങ്ങൾ ടീം വിട്ടുപോയിരുന്നു. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 3 വിദേശ താരങ്ങൾ ഉൾപ്പെടെയാണ് 9 താരങ്ങൾ ടീം വിട്ടുപോയത്. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജീസസ് സിമിനസും കോമി പെപ്രയും മിലോസ് തുങ്കിച്ചും ടീം വിട്ടുപോയിരുന്നു. ഈ 3 വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഇനി ബ്ലാസ്റ്റേഴ്സിന് ഫ്രീ ഏജൻ്റായ താരങ്ങളെ ആയിരിക്കും ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയതുകൊണ്ട് സൈൻ ചെയ്യുവാനായി സാധിക്കുക. ഫ്രീ ഏജൻ്റായ താരങ്ങളെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാനായി സാധിക്കുക. ക്ലബ് ടു ക്ലബ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയതുകൊണ്ട് ചെയ്യാനായി സാധിക്കില്ല. ഇനി ഫ്രീ ഏജൻ്റായ താരങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ISL ക്ലബ്ബുകൾക്ക് ടീമിലെത്തിക്കുവാനായി സാധിക്കുക. ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.